Hello friends. Hi. Our next video practical interview purchase inputting. പർച്ചേസ് വൗച്ചറിൻ്റെ പ്രാക്ടിക്കൽ വേ ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്ന ഫസ്റ്റ് പാർട്ട് അതിൻ്റെ അൺനീഡഡ് റെക്കോർഡുകളെ കുറിച്ചായിരുന്നു. സെക്കൻഡ് പാർട്ട് എങ്ങനെ അത് ഇൻപുട്ട് ചെയ്യും എന്നതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ നോക്കാം. സെക്കൻഡ് വീഡിയോ പർച്ചേസ് എൻട്രി. ഗേറ്റ്വേ ടാലിയിൽ നമ്മൾ വൗച്ചർ എൻട്രി സ്ക്രീനിലാണ് ഇരിക്കുന്നത്. ഇപ്പം പ്രസൻറ്റ് വൗച്ചർ എൻട്രി സ്ക്രീൻ. പ്രസ് F9 to get the purchase voucher entry screen. Then we get purchase entry screen. The configuration window allows two types mode: invoice entry, voucher method and invoice method. This way you see the invoice method. ഫസ്റ്റ് നമ്മളെ കിട്ടിയ പർച്ചേസ് ബില്ല് ഇൻപുട്ട് ചെയ്യുന്നതിന് മുമ്പായി നമ്മൾ അതിന് വേണ്ടുന്ന സ്റ്റോക്കുകൾ ഐറ്റംസ് ക്രിയേറ്റ് ചെയ്യണം. ഏത് ഗോഡൗണിലാണ് നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. ടാലിയിലില്ലെങ്കിൽ നമ്മളത് ക്രിയേറ്റ് ചെയ്യണം. ഇനി അത് കഴിഞ്ഞതിന് ശേഷം മെഷർമെൻറ്റ് സിസ്റ്റം ഉണ്ടോ എന്ന് നോക്കണം. ആ മെഷറിങ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെക്കണം. സപ്ലൈസിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് സപ്ലൈസ് ലെഡ്ജർ ഉണ്ടാക്കി വെക്കണം. പർച്ചേസ് ലെഡ്ജർ വേണം. ഏത് റേഷ്യോ ആണ് റേറ്റ് ഓഫ് ഡ്യൂട്ടി അതിനനുസരിച്ച് നമ്മൾ പർച്ചേസിൻ്റെ അക്കൗണ്ട് ഉണ്ടാക്കണം. അതിൻ്റെ CGSTയും SGSTയും ഇൻപുട്ട് CGST, ഇൻപുട്ട് IGST ആണ് IGST, SGST നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെക്കണം. അതിന് ശേഷമാണ് നമ്മൾ പർച്ചേസ് ഇൻപുട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ പർച്ചേസിനകത്ത് F9 യൂസ് ചെയ്യുക. പർച്ചേസ് സ്ക്രീൻ വന്നു. പർച്ചേസിനകത്ത് നമ്മൾ ഫസ്റ്റ് പർച്ചേസിന് ട്രാൻസാക്ഷൻ നമ്പറാണ് 1. നെക്സ്റ്റ് സപ്ലൈയുടെ ഇൻവോയ്സ് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ 00123 ഇൻപുട്ട് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പർച്ചേസിലെ ഡേറ്റ്, അത് കഴിഞ്ഞാൽ നമ്മൾ ഏത് പാർട്ടീസാണ്. അപ്പോൾ ഇവിടെ ഞാൻ പുത്തൻ ഷോറൂം എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഓൾറെഡി ക്രിയേറ്റഡ് ആണ്. നമുക്ക് പുതിയ സപ്ലയറാണ്. Alt C കൊടുത്താൽ നമുക്ക് സപ്ലയർ ക്രിയേറ്റ് ചെയ്യുന്ന വിൻഡോ കിട്ടും. ഇവിടെ സപ്ലൈസ് ലെഡ്ജേഴ്സ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അത് സേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കിട്ടും. ഇതെല്ലാം നമുക്ക് സപ്ലൈസിന് മാറണം. നമ്മൾ ലിസ്റ്റ് കിട്ടാനായിട്ട് സ്പേസ് ബാർ തട്ടിയാൽ ഇവിടെ നമുക്ക് ലിസ്റ്റ് ഓഫ് ലെഡ്ജേഴ്സ് അക്കൗണ്ട് കിട്ടും. ഇവിടെ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിയുമ്പോൾ നമുക്കിവിടെ മോഡ് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ സപ്ലൈസിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും മിസ്റ്റേക്ക് ഇവിടെ ഡീറ്റെയിൽസ് ഓർഡർ ഡീറ്റെയിൽസ് ഉണ്ട്. ഓർഡർ ഉണ്ടായിരുന്നെങ്കിൽ ആ നേരത്തെ കൊടുത്തിട്ടുള്ള ഓർഡർ അനുസരിച്ചാണല്ലോ പർച്ചേസ് ചെയ്യുന്നത്. ആ ഓർഡർ ഡീറ്റെയിൽസിന് ബിൽ നമ്പർ കൊടുക്കുക, ഓർഡർ നമ്പർ കൊടുക്കുക. സപ്ലൈസിൻ്റെ അഡ്രസ്സ് നമുക്ക് ഏത് അഡ്രസ്സാണെന്നുള്ളത് ഇവിടെ നമുക്ക് എപ്പോഴും വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. ഇൻപുട്ട് ചെയ്തെന്ന് നമുക്ക് ബാക്കി വരുന്ന ഫീൽഡ് ഇവിടെ ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലും വാറ്റ് നമ്പറോ GST നമ്പറോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇൻപുട്ട് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പാർട്ടാണ് ഐറ്റം ഫില്ല് ചെയ്യേണ്ട പാർട്ട്. അപ്പം പുത്തൻ ഷോറൂമിന് മാത്രമേ നമ്മൾ കൊടുത്തുള്ളൂ. പാർട്ടീസ് പാർട്ട് ഫില്ല് ചെയ്തു. പാർട്ടീസിൻ്റെ കറണ്ട് ബാലൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ എൻ്റെ ലിസ്റ്റ് ഓഫ് ഐറ്റം ഇവിടെ ഞാൻ മൊബൈൽ ഓപ്പോ എന്നുള്ളത് ക്രിയേറ്റ് ചെയ്തു. ഒനിഡ LED TV 32 ഇഞ്ചും ഒനിഡ TV 21 ഇഞ്ചും ഐറ്റമാണുള്ളത്. നമുക്കിവിടെ പർച്ചേസ് ബില്ലിൽ ഒനിഡ TV 32 ഇഞ്ചാണ് 10 വന്നിട്ടുള്ളത്. അത് ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ലിസ്റ്റ് ഓഫ് ഓർഡർ, നമ്മൾ ഓർഡർ കൊടുത്താൽ ഓർഡറിൻ്റെ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓർഡർ ഇല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ ഉപയോഗിക്കാം. അത് കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ലൊക്കേഷനാണ്. ഇവിടെ ഞാൻ മെയിൻ ലൊക്കേഷൻ വന്ന് സ്പേസ് ബാർ തട്ടുക. നമ്മൾ ഗോഡൗൺ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗോഡൗൺ സെൻറ്റർ 1, ഗോഡൗൺ സെൻറ്റർ സബ് സെൻറ്ററും ഞാൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നമുക്ക് ഏത് സെൻറ്ററിലാണ് ഗോഡൗണിലാക്കിയാണ് സാധനം പോയ ഗോഡൗൺ ഇവിടുന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ എത്ര യൂണിറ്റ്, 10 യൂണിറ്റ് വന്നു, അതിൻ്റെ റേറ്റ് ഒന്നിൻ്റെ റേറ്റ് കൊടുക്കുക. അത് കഴിയുമ്പോൾ നമുക്ക് നമ്പേഴ്സ് കൊടുത്തു. അത് കഴിഞ്ഞ് ഡിസ്കൗണ്ട് കോളം ഫില്ല് ചെയ്യണം. ഡിസ്കൗണ്ട് ഇപ്പോൾ അതിനകത്ത് ഡിസ്കൗണ്ട് റേഷ്യോ ഉണ്ടെങ്കിൽ നമുക്കിവിടെ റേറ്റ് കൊടുക്കുക. ആ റേറ്റിനനുസരിച്ചുള്ള എമൗണ്ട് ഇവിടെ വരും. അപ്പോൾ ഡിസ്കൗണ്ട് കഴിഞ്ഞുള്ളതാണെങ്കിൽ ഓക്കെ, ഡിസ്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്ത് ഇത് വന്നു. ഇനി നമുക്ക് കോസ്റ്റ് ട്രാക്കിംഗ് ഓൺ ആക്കിയിട്ടുണ്ട്. ക്യാരിയേജ് ഇൻവേഴ്സ് ഔട്ട്വേഴ്സ് വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ കൊടുക്കാം, ആ സ്ലിപ്പിൻ്റെ നമ്പർ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് അത് വിട്ടു. അപ്പോൾ എൻഡ് ഓഫ് ലിസ്റ്റ് കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഐറ്റം ഒനിഡ TV എന്നുള്ളത് വന്നു. ഇനി എൻ്റർ അടിക്കുമ്പം അതിൻ്റെ റിലേറ്റഡ് ലെഡ്ജർ കണ്ടോ. അപ്പോൾ അലോക്കേഷൻ ഡീറ്റെയിൽസ് ഫോർ ഒനിഡ TV ഏത് പർട്ടിക്കുലേഴ്സ് എന്ന് പറയുന്നത് പർച്ചേസ് 28%. ഇവിടെ നമ്മൾ പർച്ചേസ് 28% ഫില്ല് ചെയ്ത് കൊടുക്കുക. അത് കഴിയുമ്പോൾ അതിലേക്ക് ആ ടോട്ടൽ എമൗണ്ടും പോന്നു. എൻ്റർ അടിച്ചു. ഇനി നെക്സ്റ്റ് ഐറ്റം ഒനിഡ TV 21 ഞാൻ ഓൾറെഡി ഫില്ല് ചെയ്തു. പർച്ചേസ് അത് ഐറ്റം ലിസ്റ്റിൽ നിന്ന് നമ്മൾ ഫില്ല് ചെയ്യുന്നു. അത് കഴിയുമ്പോൾ അതും ഇതേ ഓർഡറിൽ തന്നെയായിരുന്നു. ഓർഡർ ഉണ്ടെങ്കിൽ കൊടുക്കുക, ന്യൂ നമ്പറാണെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ നോട്ട് ആപ്ലിക്കബിൾ ആണെങ്കിൽ അത് കൊടുക്കാം. അതും ഗോഡൗൺ ഏതിലാണ് പോകുന്നത് സ്പേസ് ബാർ ഒട്ടിയാൽ നിങ്ങൾക്ക് ലിസ്റ്റ് കിട്ടും. ഗോഡൗൺ 1 കൊടുത്തു. അപ്പോൾ അത് എത്ര നമ്പേഴ്സ് വന്നിട്ടുണ്ടോ അത് എൻ്റർ ചെയ്തു. അതിൻ്റെ യൂണിറ്റ് റേറ്റ് കൊടുത്തു. ഡിസ്കൗണ്ട് ഉണ്ടോ ഡിസ്കൗണ്ട് കൊടുത്തു. ഇവിടെ നമ്മൾ
ഡിസ്കൗണ്ട് ഇപ്പോൾ 1% ഡിസ്കൗണ്ട് ആണ്, അത് കുറച്ചിട്ടായിരിക്കും വരുന്നത്. ശതമാനത്തിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ എമൗണ്ട് എൻ്റർ ചെയ്ത് എൻ്റെ ലിസ്റ്റ് കൊടുത്തു. അപ്പോഴും എന്ത് ചെയ്യും, ഇവിടെ വരും ഐറ്റം വന്നു, ഒരു എൻ്റർ കൂടെ കൊടുക്കുമ്പോഴാണ് അതിൻ്റെ പർച്ചേസ് ഡീറ്റെയിൽസ് ചോദിക്കും. അപ്പോൾ അതേതാണ്, പർച്ചേസ് 18%ലേക്കാണ് പോകേണ്ടത്. ലെഡ്ജേഴ്സാണ്, നമുക്കിവിടെ സ്പേസ് വെറുതെ അവിടെ ലെഡ്ജർ ലിസ്റ്റ് ഉണ്ട്. അതെ 18% ഫില്ല് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇൻപുട്ട് ചെയ്തു. ഇതിപ്പോൾ ഈ ബില്ലിനകത്ത് ഈ അടുത്ത ഐറ്റം ഉണ്ടെങ്കിൽ നമ്മൾ അതുപോലെ എൻ്റർ അടിച്ച് അടുത്ത ഐറ്റം ഫില്ല് ചെയ്യാം. ഐറ്റം ഇത്രയേ ഉള്ളൂ എങ്കിൽ ഒരു ബ്ലാങ്ക് ലൈനിൽ വെച്ച് ഇൻപുട്ട് ചെയ്യുമ്പോൾ അടുത്ത ടാക്സിൻ്റെയാണ്. ഇവിടെ 2 റേഷ്യോയിലുള്ള ബില്ലാണ്, മിക്സഡ് ബില്ലാണ് വന്നേക്കുന്നത്. 28% ഉണ്ട്, 18% ഉണ്ട്. അതായത് എമൗണ്ട് ഇവിടെ ഇപ്പോൾ നമുക്ക് SGST അപ്പം 9%, CGST 9% വേണം. ഇൻപുട്ട് SGST 4%, 14%, 14% വേണം. അതായത് 28%-ൻ്റെ ഹാഫ് വീതം. അപ്പോൾ ഇത് 18%-ൻ്റെ 9%, അതിൻ്റെ എമൗണ്ട് ഇൻപുട്ട് ചെയ്ത് കൊടുത്തു. അടുത്തത് നമുക്ക് ഏത് വേണം, ഇൻപുട്ട് CGST 9%, അതും ഇൻപുട്ട് ചെയ്ത് കൊടുത്തു. അടുത്തത് ഇൻപുട്ട് SGST 14%, അതും നമ്മൾ ഇൻപുട്ട് ചെയ്ത് കൊടുത്തു. ഇൻപുട്ട് CGST 14%, അതും എമൗണ്ട് വന്നു. ഓക്കെ, രണ്ടും കൂടെ ഒന്നിച്ചായ. അപ്പോൾ അതിന് ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞു. അത് നമുക്ക് ഇൻപുട്ട് അത് നറേഷൻ കൊടുക്കുക, എൻ്റർ അടിക്കുക, അക്സെപ്റ്റ് ചെയ്യുക. ഇതാണ് നമ്മൾ പർച്ചേസ് എൻട്രി. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇവിടെ ഞാൻ ഒരു ഐറ്റം ഉള്ളതാണ് അടുത്തത് ഇൻപുട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. ഒരു ഐറ്റത്തിൻ്റെ തന്നെയാണ് ഈ കൊടുത്തു വെച്ചിരിക്കുന്നത്. അതിനകത്താണ് ഞാൻ ക്യാരിയേജ് ഔട്ട്വേഴ്സ് എന്നുള്ള എക്സ്പെൻസ് ഉണ്ട്. ആ എക്സ്പെൻസ് ടാക്സും അടിച്ച ശേഷം എക്സ്പെൻസ് ഇൻപുട്ട് ചെയ്യുക. അത് നോക്കിയേ, ഇവിടെ ഞാൻ സാം ഏജൻസിക്ക് ഇതായിന്ന് ഒനിഡ TV ആണ് 32 ഇഞ്ച് വാങ്ങി. 2 നമ്പേഴ്സാണ് പർച്ചേസ് ചെയ്ത് ഇൻപുട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവിടെ ഔട്ട്പുട്ട് ടാക്സ് 2 കൊടുത്തു. ഔട്ട്പുട്ട് ടാക്സ് വന്നു. അത് കഴിഞ്ഞിട്ടൊരു ക്യാരിയേജ് ഔട്ട്വേഴ്സ് എക്സ്പെൻസ് ഉണ്ടായിരുന്നു, അതും 1000 റുപ്പീസ് കൊടുത്ത് സേവ് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഇത് സെയിൽസ് വൗച്ചറാണ്, പർച്ചേസ് വൗച്ചർ പർച്ചേസാണ്, സെയിൽസാണ്. പർച്ചേസ് വൗച്ചർ ഇൻപുട്ട് ചെയ്ത് വെച്ചിരിക്കും. അപ്പോൾ ഇവിടെ 2 പർച്ചേസ് വൗച്ചറാണ് ഓൾറെഡി നമ്മളിവിടെ ഇൻപുട്ട് ചെയ്ത് കൺട്രോൾ കൊടുത്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. പർച്ചേസ് വൗച്ചർ ഇൻപുട്ട് ചെയ്യുമ്പോൾ F12-നകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെയും ഇവിടെ ലാസ്റ്റ് ഒരെണ്ണം ഉണ്ട്, ഡ്യൂട്ടീസ് കാൽക്കുലേഷനോ ടാക്സ് റേറ്റേഴ്സ് ഓർണോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെയുണ്ട്. ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഐറ്റം ബേസ് ചെയ്യാം, സബ് ടോട്ടൽ അല്ലാതെ കൊടുത്തും ഞങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ കോൺഫിഗറേഷൻ ഉണ്ട്. എല്ലാ വൗച്ചർ സ്ക്രീനിലും വെച്ച് നമുക്ക് അഡീഷണൽ സെറ്റിങ്സ് വേണേൽ ഇവിടുന്ന് കൊടുത്ത് സെറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു, ബൈ. പർച്ചേസ് വൗച്ചർ ഇൻപുട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു, ബൈ, താങ്ക് യു, വെൽക്കം.